ഇസ്തിഗ്ഫാർ പോലും പ്രവാചകനോട് ചോദിക്കുകയല്ലേ. മൗലിദുകളിലൂടെ മങ്കൂസ് മൗലിദിലൂടെ ഇങ്ങനെ തുടങ്ങി സമുദായത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദുകളിൽ എത്രയെത്ര ശിർക്കുകളാണ് ചോദിക്കുന്നത് പ്രവാചകനോടാ. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഏകനായ സത്താവിന് മാത്രം അവകാശപ്പെട്ട ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, റബ്ബിന് മാത്രം സാധ്യമാകുന്ന ആ ഇസ്തിഗ്ഫാറാണ് പ്രവാചകനോട് ചോദിക്കുന്നത്. ലക അഷ്കൂ ഫീഹി യാ, പ്രവാചകരെ അങ്ങയോടാണ് ആവലാതി ബോധിപ്പിക്കാനുള്ളത്. ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി നാഥാ, അങ്ങയോടാണ് ആവലാതി പറയാനുള്ളത്. ഞങ്ങൾക്ക് പുറത്തു നൽകണമെന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ മൗലിദുകളിലൂടെ ചൊല്ലുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിക്കണം. ലോകത്തിന്റെ സത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളുണ്ടല്ലോ, അതെല്ലാം പുറത്തു നൽകാൻ ലോകത്തിന്റെ സത്താവിനല്ലാതെ മറ്റാർക്കാണോ കഴിയുന്നത്? റബ്ബല്ലാത്ത മറ്റൊരാൾക്കും സാധിക്കാത്ത കാര്യമാ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, റബ്ബിനോട് മറ്റൊരാളെയും പങ്കു ചേർക്കല്ല. റബ്ബാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് കിടക്കുന്ന ഒരു വലിയാണെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, അദ്ദേഹമാണ് ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്നത്, സൂര്യനെ നിയന്ത്രിക്കുന്നത്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്, മുദബ്ബിറുൽ ആലം, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കണം. കുഫ്രിന്റെ അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാര്യമല്ലേ. ഏകനായ സത്താവിനോട് മാത്രം അർപ്പിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വകവെച്ചു കൊടുക്കല്ല. ഒരിക്കലും ജീവിതത്തിൽ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ. ഒരുപാട് നമസ്കരിച്ചിട്ട് കാര്യമില്ല, സ്വർഗം അവന് നിഷിദ്ധമായി പോവുകയാ. നമസ്കരിക്കുന്നുണ്ട്, മമ്പുറത്ത് പോകുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നാഗൂറിലേക്കും അജ്മീറിലും പോകുന്നുണ്ട്, കയ്യിൽ ഏലസുണ്ട്, ഐക്കല്ലുണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ നമസ്കാരം റബ്ബിന് വേണ്ട. എത്ര ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോയിട്ടും അവന്റെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കുകയില്ല. ഏകനായ സത്താവിന് കൊടുക്കേണ്ടത് റബ്ബിന് മാത്രം വകവെച്ചു കൊടുക്കണം. അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റബ്ബിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അത് റബ്ബിന് മാത്രം വകവെച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ തൗഹീദ് നമ്മിൽ പൂർണ്ണമാകുന്നത്. അല്ലാത്തൊരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തിന് തന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദായിരുന്നു. ലോകത്തിന്റെ സത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു. ആരാണ് റബ്ബ്? വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്, മരണത്തോടുകൂടി അവസാനിക്കുന്ന ജീവിതമല്ല. സ്വർഗമുണ്ട്, നരകമുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട് എന്നിങ്ങനെ കുറിച്ച് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർവഹിച്ചിട്ടുള്ളത്. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്തു? ആ തൗഹീദ് നന്നായാലേ, അടിത്തറ ശരിയായെങ്കിലേ അതിന്റെ മുകളിലേക്ക് പടുത്തുയർത്തപ്പെടുന്ന ഓരോ പടവുകളും, നമസ്കാരമാകുന്ന, സകാത്താകുന്ന, സ്വതക്കയാകുന്ന, നോമ്പാകുന്ന, ഹജ്ജാകുന്ന, ഉംറയാകുന്ന കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമെങ്കിൽ അടിത്തറ ശരിയാകണം. ഒരു വിശ്വാസിക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതിയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾക്കല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉമറെ സമുദായത്തോട് നീ വിളിച്ചു പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമുദായത്തിൽ ഇറങ്ങി പറയുന്നുണ്ട്, അലാ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾക്കല്ലാതെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നാളെ മുഅ്മിനീങ്ങൾക്കല്ലാതെ സ്വർഗത്തിലേക്ക് മറ്റൊരാൾക്കും പ്രവേശനമില്ല. വിശ്വാസിയാകൽ അവന്റെ അടിസ്ഥാനമായ കാര്യമാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ, വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ.
ആരെങ്കിലും ശിർക്കോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ ദഖലന്നാർ, അവന്റെ സങ്കേതം അത് നരകമാ. വമൻ മാത ലാ യുശ്രിക് ബില്ലാഹി ശൈആ, ജീവിതത്തിൽ ശിർക്കില്ലാതെ യഥാർത്ഥം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയാസം വരുമ്പോൾ വിൽക്കേണ്ടത് റബ്ബിനോടാ. ഇന്ന് നമ്മുടെ സമുദായത്തിൽ പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴാണ് ജാറങ്ങളിലേക്ക് പോകുന്നത്, വലിയകളിലേക്ക് പോകുന്നത്, ഏകനായ സത്താവിനെ വിട്ടുകൊണ്ട് മറ്റ് സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിലാണ് നമുക്ക് മാതൃകയുള്ളത്. കൃത്യമായി ഖുർആൻ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ ചരിത്രം ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളുടെ വർഷങ്ങളോളം പ്രയാസം അനുഭവിക്കുകയാ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രവാചകനാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരു വിഷമം വന്നു പോയി റബ്ബേ, ഒരു രോഗം ജീവിതത്തിലൂടെ വന്നു പോയിട്ടുണ്ട് നാഥാ, എനിക്ക് നീക്കി നൽകണമെന്ന് മഹാനായ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ സത്താവിനോടല്ലേ? തീർന്നില്ല. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ നാട് വിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് കപ്പലിൽ കയറിയ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുണ്ടല്ലോ, അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തെറിയുമ്പോൾ ഒരു മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്ന സമയത്ത് പോലും ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഒരു പ്രയാസം ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് നാഥാ, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ സത്താവിനോടാ. തീർന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലൂടെ പ്രയാസം അനുഭവിക്കുന്ന റസൂല. വർഷങ്ങളോളം പണിയെടുത്ത് 10-13 വർഷക്കാലം പണിയെടുത്തുണ്ടാക്കി കൊണ്ടുവന്ന സഹാബത്തിനെ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്ക് മുമ്പിലേക്ക് വലിച്ചെറിയുകയാണ്. റബ്ബിന്റെ മാർഗത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി റബ്ബിന്റെ മാർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുവരുമ്പോൾ സഹാബത്തിന് വേണ്ടി ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ വലൻ തുഅബദ ഫിൽ അർദി അബദാ. അല്ലാഹുവേ, ഈ കൊച്ചു സൈന്യത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ വലൻ തുഅബദ ഫിൽ അർദി അബദാ, പിന്നെ നിന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മറ്റൊരാളിലേക്ക് സഹായം ചോദിക്കാത്ത, ലാത്തയെ വിളിക്കാത്ത, ഉസ്സയെ വിളിക്കാത്ത, മനാത്തയെ വിളിക്കാത്ത, ജീവിതത്തിൽ നിന്നോട് പ്രാർത്ഥന അർപ്പിക്കുന്ന ആളുകൾ ലോകത്ത് ഇല്ലാതായി പോകും റബ്ബേ. ഈ പ്രവാചകന്മാരിലാണ് നമുക്ക് മാതൃകയുള്ളത്. ആ പ്രവാചകന്മാരുടെ മാതൃകയാണ് ജീവിതത്തിൽ നാം പിൻപറ്റേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു പ്രയാസം തന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ സഖാവിനോടായിരുന്നു, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല. ആലോചിക്കണം, ബദരീങ്ങളുടെ നേതാവായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബദറിന്റെ രണാങ്കണത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടല്ല തേടിയത്, ഇസ്മായിൽ നബിയെ കൊണ്ടല്ല തേടിയത്, ആരുടെയെങ്കിലും ഹഖ് ജാഹ് ബറക്കത്ത് വെച്ച് റബ്ബിങ്കിലേക്ക് വസീല സ്വീകരിച്ചു കൊണ്ടല്ല തേടിയത്. ഏകനായ സഖാവിങ്കിലേക്ക് നേരിട്ട് കൈകൾ ഉയർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ സഖാവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, സഹായാർത്ഥന നടത്തിയപ്പോൾ ഫസ്തജാബ ലക്കും, അവനക്ക് ഞാൻ പ്രവാചകനിതാ ഉത്തരം നൽകിയിരിക്കുകയാ. മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ ലോകത്തിന്റെ സഖാവ് പ്രവാചകനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ പാതയാണ് ജീവിതത്തിലൂടെ പിൻപറ്റേണ്ടത്. അങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന്, ശിർക്കിൽ നിന്ന് വിട്ടുനിന്ന് യഥാർത്ഥ തൗഹീദിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെയെങ്കിലും അവസാനമാക്കത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ ദഖലൽ ജന്നാ, അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെന്ന് ആലോചിച്ചു നോക്കണം. മുസ്ലിമായി ജീവിച്ചു എന്നതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല.
ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് മമ്പുറത്ത് പോയി കയ്യിൽ ഐക്കല്ല് കെട്ടി ഏലസ് കെട്ടി മറ്റുള്ളവരെ അവലംബമാക്കി റബ്ബിങ്കലേക്ക് ഹഖ്ജാവ് ബറക്കത്ത് കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ തേടിക്കൊണ്ട് തിന്മകളിലും ബിദ്അത്തിലും ഖുറാഫാത്തുകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിക്കുണ്ടല്ലോ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ തൗഹീദിന്റെ അജയ്യമായ ആദർശത്തെ തന്റെ ചുണ്ടുകൾ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ അല്ലാഹുവിന്റെ തൗഫീഖ് അവന് ലഭിക്കില്ല. സ്വന്തം മനസ്സിൽ തന്റെ കൂട്ടുകാരോടും നാട്ടുകാരോടും കുടുംബങ്ങളോടും സ്നേഹമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഇത്തരം ഒരു വികലമായ വിശ്വാസത്തോടു കൂടെയാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തോടുകൂടെ പ്രയാസം ആരംഭിക്കുകയാണ്. അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത പാപമാണ് ശിർക്കോടുകൂടി മരിച്ചു പോവുകയാണ്. ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ബാക്കിയുള്ള എല്ലാ പാപങ്ങളും ഇസ്തിഗ്ഫാർ ചോദിച്ചില്ലെങ്കിലും റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബ് പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്ക് ജീവിതത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് ശിർക്കിലൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന, ഇസ്തിഗ്ഫാർ ചോദിക്കാതെ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന വ്യക്തിക്ക് ശാശ്വതമായ നരകമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല, സ്വർഗം അവന് നിഷിദ്ധമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, തൗഹീദ് നെഞ്ചിലേറ്റിക്കൊണ്ട് ആ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്ത് പ്രയാസങ്ങൾ അതിനു വേണ്ടി ഏൽക്കേണ്ടി വന്നാലും ലോകത്തിന്റെ സെറ്റാവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർ എത്രയധികം പ്രയാസമാണ് ലോകത്ത് സഹിച്ചിട്ടുള്ളത്. ആലോചിച്ചു നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം തന്നെ 40 വർഷക്കാലം അറേബ്യയുടെ കണ്ണിലുണ്ണിയായിരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവരവലംബമായി പരിഹാരത്തിന് പ്രവാചകന്റെ അടുത്ത് പോയി ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ 40 കാലം സമുദായത്തിലെ കണ്ണിലുണ്ണിയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരെ കണ്ണിലെ കരടായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തിൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടില്ല? ആ ഭരണകൂടത്തിനെതിരെ പ്രവാചകൻ തിരിഞ്ഞിട്ടില്ല. അനാവശ്യങ്ങളിലൂടെ പ്രവാചകൻ സഞ്ചരിച്ചിട്ടില്ല. വേശ്യയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിട്ടില്ല, നടത്തിയിട്ടുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ലാത്തി ഉപേക്ഷിച്ചുകൊണ്ട്, മനാത്തി ഉപേക്ഷിച്ചുകൊണ്ട്, ഉസ്സയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ സത്താവിങ്കലേക്ക് മാത്രം നിങ്ങൾ തിരിച്ചു പോകണം, റബ്ബിങ്കലേക്ക് മാത്രം പ്രാർത്ഥന ഇടപാടുകൾ നടത്തണമെന്ന് സമുദായത്തെ പഠിപ്പിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അത്രയും കാലം പ്രവാചകനെ നെഞ്ചിലേറ്റിയിരുന്ന നാട്ടുകാർ പിന്നീട് പ്രവാചകനെ അവരുടെ ശത്രുവായി സ്വീകരിക്കുകയും പ്രവാചകൻ പിന്നീട് ശത്രുവായി മാറുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകൻ പിന്മാറിയിട്ടില്ല. തന്റെ ശരീരത്തിൽ വലിയ പാറക്കല്ല് പോലും കയറ്റി വെച്ചപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അഹദ് എന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈമാൻ അത്രയും കട്ടിയുള്ളതായിരുന്നു. തൗഹീദിൽ അചഞ്ചലമായ തൗഹീദായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഏകനായ സത്താവാണ് എന്റെ റബ്ബെന്നവൻ വിശ്വസിച്ച് അതിൽ അടിയുറച്ച് ജീവിച്ച് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. പ്രിയമുള്ളവരെ, മരണത്തിന്റെ സമയത്തിതാ മലക്കുകൾ അവന്റെ റൂഹ് പിടിക്കാൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കൂജയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന ലാഘവത്തോടുകൂടെ വളരെ സന്തോഷത്തിന്റെ രൂപത്തിൽ മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫംപുടവയിൽ അവന്റെ റൂഹിനെ പൊതിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സെറ്റാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വലാ തഖാഫൂ വലാ തഹ്സനൂ, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അവിടുന്ന് ആരംഭിക്കുന്ന സുഖാനുഭൂതികളുടെ സ്വർഗമാണ് അവനുള്ളത്. സ്വർഗമാണ് അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുക. അത് ആ തൗഹീദ് പക്കയായാലാണ്, ക്ലിയർ ആയിട്ടുണ്ടെങ്കിലേ, സ്ഖലിതങ്ങളില്ലാത്ത തൗഹീദ് ഉണ്ടെങ്കിലേ നാളെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. രണ്ടാമതായി നാം ചെയ്യേണ്ടത്, വിശ്വസിക്കുന്നതോടുകൂടെ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. വിശ്വാസം ശരിയായാൽ പിന്നെ അവൻ അടുത്തത് ചെയ്യേണ്ടത് എന്താ? വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം അവന്റെ കിടപ്പറയിലേക്ക് അവൻ എത്തുന്നത് വരേക്കും അവൻ എന്തെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് മതി നമുക്ക്.
അത് മതി നമുക്ക് സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. വിചാരിച്ചാണ് നാം ഇരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി കർമ്മങ്ങൾ ചെയ്തവർ ഇന്നേവരേക്കും നാം ആലോചിച്ചോ, ഞാൻ ചെയ്ത നമസ്കാരം റബ്ബ് സ്വീകരിച്ചു, ഇന്ന് മഗ്രിബ് ഞാൻ നമസ്കരിച്ചു, അത് റബ്ബ് എന്റെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാലോചിക്കും. നാളെ പരലോകത്തിലെ ആളുകൾ റബ്ബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഒരുപാട് കർമ്മങ്ങളുണ്ട് അവരുടെ കൈകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലി ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. കാറ്റിൽ പറത്തിയ ധൂളികളെ പോലെ അവന്റെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ഫലശൂന്യമായി പോകും. ഒന്നും റബ്ബ് സ്വീകരിക്കൂല. ആമിലത്തുൻ നാസിബ, ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചവരാണവർ. എന്നാൽ തസ്ലാ നാറൻ ഹാമിയ, അവനൊരുക്കി വെച്ചിട്ടുള്ളത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകമാണ്. ആരാണ് കൂട്ടർ? ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന് ആലോചിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം എന്തെന്നറിയുമോ? അൽ ഇഖ്ലാസു ലില്ലാഹ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഒന്നാമതായി വേണ്ടത് ഇഖ്ലാസാണ്. ലോകത്തിന്റെ സത്താവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാ, മറ്റൊരാളെയും കാണിക്കാനല്ല. എനിക്ക് എന്റെ റബ്ബ് കണ്ടാൽ മതി. ആ റബ്ബാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത്. മറ്റൊരാളുടെയും നല്ല വാക്കോ നന്ദി വാക്കോ ഒന്നും എനിക്ക് വേണ്ട. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് നമസ്കരിക്കാൻ കൽപ്പിച്ചതും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചതും വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ ദീനുള്ളവരായി നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ജനങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമതായി വേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഖാലിസ് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നഹ്ലിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. പാലിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കന്നുകാലികളിൽ നിങ്ങൾക്ക് കൃത്യമായ ഗുണപാഠമുണ്ട്. അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നുണ്ട് മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗ, കുടിക്കാൻ വളരെ സ്വാദിഷ്ടമായതും വളരെ പോഷക സമ്പുഷ്ടമായ വളരെ നല്ല രൂപത്തിലുള്ള പാല്. അത് വരുന്നത് ഏത് രൂപത്തിലാ? മിൻ ബൈനി ഫറസിൻ വദമിൻ, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ വരുന്ന പരിശുദ്ധമായ പാല്. ആ പാലിനെ കുറിച്ച് പറഞ്ഞിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആലോചിച്ചു നോക്കി, ആ കന്നുകാലിയുടെ പുറത്തേക്ക്, പശുവിന്റെ പുറത്ത് വരുന്ന പാലിൽ ചാണകത്തിന്റെയോ രക്തത്തിന്റെയോ എന്തെങ്കിലും ഒരംശം കലർന്നിട്ടുണ്ടെങ്കിൽ നാം അത് കുടിക്കാൻ സന്നദ്ധരാകും. ഒരിക്കലുമില്ല. അതിന്റെ മണമോ രുചിയോ ഉണ്ടെങ്കിൽ നാം മാറ്റിവെക്കും. അത്തരത്തിൽ തന്നെയാണ് ജീവിതത്തിൽ ചെയ്യുന്ന സൽക്രമങ്ങളിൽ നിഫാഖിന്റെയോ റിയാഇന്റെയോ എന്തെങ്കിലും ഒരംശം കലർന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല. അതുകൊണ്ട് റബ്ബിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതാണ് റബ്ബിന് വേണ്ടത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമുക്ക് സുപരിചിതമായ സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. മനുഷ്യന്റെ മരണത്തെയും ജീവിതത്തെയും റബ്ബിന് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്നറിയുവോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതാരാ എന്ന പരിശോധനയാണ് ഭൂലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മം. അക്സറു അമല എന്നല്ല റബ്ബ് പറഞ്ഞത്. കുറെ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും ശരി റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്. സൂറത്തുൽ ഇൻസാനിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സ് തുറന്ന് കാട്ടിക്കൊടുത്ത് പറയുന്നുണ്ട്, വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പാവപ്പെട്ടവർക്കും അഗതികൾക്കും യതീമുകൾക്കും പട്ടിണി കിടക്കുന്ന ആളുകൾക്കും അവർ എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കൊടുത്തതെന്നറിയുവോ? റബ്ബിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ജനങ്ങളിൽ നിന്നൊരു നല്ല വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്ദി വാക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ ലഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. വരാനിരിക്കുന്ന ഭയാനകരമായ ഒരു ദിവസമുണ്ട്. മനുഷ്യന്റെ തലയോട്ടിയെപ്പോലും കത്തിച്ചു കളയുന്ന, കരിച്ചു കളയുന്ന കല്ല. ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ. മനുഷ്യന്റെ തലയോട്ടിയെപ്പോലും കരിച്ചു കളയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ആ ഒരു ദിവസത്തെ ഭയാനകതയെ പേടിച്ചുകൊണ്ട്, ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവർ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്ത്. മറ്റൊരാളെയും അവർ ആഗ്രഹിച്ചിട്ടില്ല, ഒരു നന്ദി വാക്കും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഈ സമുദായത്തിൽ ഞാൻ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ശിർക്കുൽ അസ്ഗർ. ശിർക്കുൽ അസ്ഗർ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി, നമസ്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കൈകെട്ടുകയാണ്. ആരും അവനെ ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അവന്റെ നമസ്കാരത്തെ ഒന്ന് ശരിയാക്കിയാൽ, അവൻ കൈകെട്ടിയിട്ടുള്ളതൊന്ന് കയറ്റി കെട്ടിയിട്ടുണ്ടെങ്കിൽ, അവന്റെ നമസ്കാരത്തിൽ ഒരു ഖുശൂ അവൻ വരുത്താൻ അവൻ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ, അതോടുകൂടി അവന്റെ നമസ്കാരം ബാത്തിലായി. പിന്നെ റബ്ബിന് വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മം സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി ഇഖ്ലാസാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ റബ്ബ് നിബന്ധനയായി വെച്ചിട്ടുള്ളത്. എങ്കിൽ രണ്ടാമതായി ഒരു മനുഷ്യന്റെ കർമ്മം സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധനയായി വെച്ചത് എന്തറിയുവോ? അവൻ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ, കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം അവന്റെ കർമ്മങ്ങൾ. പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യവും നമുക്ക് വേണ്ട. അത് എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ചെയ്താലും, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സൽക്കർമ്മമാകട്ടെ, നമസ്കാരമാകട്ടെ, സ്വലാത്താകട്ടെ, പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും നമുക്ക് വേണ്ട. കൃത്യമായി മാമിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും അനിൻ നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവാചകൻ അണവയിൽ തീർത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും നമുക്ക് വേണ്ട? പ്രിയമുള്ളവരെ, മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കാനിരിക്കുന്നവരില്ലേ? നാരിയ സ്വലാത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലേ? പ്രവാചകനോട് സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പ്രവാചകനോടുള്ള സ്വലാത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ സത്താവും അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും. എന്നിട്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്.
പ്രവാചകരെ അങ്ങേക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്നിങ്ങനെ തുടങ്ങി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്താണ് ജീവിതത്തിൽ ചൊല്ലേണ്ടത്. അല്ലാത്തൊരു സ്വലാത്ത് നമുക്ക് വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിൽ കൊണ്ട് നടക്കുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, നാരിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലതി തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബ്. ശിർക്കിന്റെ വാക്യങ്ങളല്ലേ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരം സ്വലാത്തുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കല്ലേ. പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു തന്ന ആ കർമ്മങ്ങൾ മതി, സ്വർഗത്തിലെത്താൻ അത് മതി. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നായിച്ചു നോക്കി, ബദരീങ്ങളുടെ ആട് കൊണ്ടാടിയിട്ടാണോ സ്വഹാബത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ സ്വഹാബ, ഇവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതി നമുക്കും സ്വർഗത്തിലെത്താൻ. ബദരീങ്ങളുടെ ആട് കൊണ്ടാടിയിട്ടാണ് ഈ സ്വഹാബത്തിന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. നാരിയ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷമാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. ഉറൂസ് കൊണ്ടാടിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഏകനായ സത്താബിങ്കിലോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, ജീവിതത്തിൽ വിദഅത്തുകളില്ലാത്ത, തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അതേപടി ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന സ്വഹാബത്ത്, അവർക്കാണ് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. ഈ ബിദഅത്ത് എന്നുള്ളത് ഇന്ന് നമ്മുടെ സമുദായത്തിൽ ചെയ്യുന്നവർ പോലും തിന്മയാണെന്ന് മനസ്സിലാക്കൂല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ബിദഅത്തിന്റെ പ്രശ്നം വരുന്നത് അവിടെയാണ്. ഒരു കള്ളു കുടിക്കുന്ന വ്യക്തിക്കറിയാം അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കുറ്റബോധം ഉണ്ടാകും. എന്നാൽ സമുദായത്തെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും ഹദീസുകൾ ഇല്ലാത്ത ഹദീസുകളും ദഈഫായ മൗദൂആയ ഹദീസുകൾ കൊണ്ടുവന്ന് സമുദായത്തിൽ ഇല്ലാത്ത പലതും പുത്തനാചാരങ്ങൾ സമുദായത്തെ പഠിപ്പിക്കുമ്പോൾ അവർ വിശ്വാസമാണ്, ഇസ്ലാമാണെന്ന് വിചാരിച്ചാണ് നെഞ്ചിലേറ്റ് നടക്കുന്നത്. മരിക്കുന്നത് വരേക്കും അവർക്കതിന്റെ പ്രയാസം മനസ്സിലാകൂല, അവർക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കോരി കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ വരും. പ്രവാചകനെ നോക്കുമ്പോൾ കൃത്യമായി പ്രവാചകൻ അറിയുന്നുണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും അവർക്കും ഇടയിൽ ഒരു മറ വെക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു നോക്കും, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ. അവിടുന്ന് ലോകത്തിന്റെ സത്താവ് പറയുന്നുണ്ട്, മുഹമ്മദ്, അവർ നിന്റെ മരണത്തിന് ശേഷം എന്ത് നിർവഹിച്ചു എന്ന് നിനക്കറിയില്ല. അവർ നിന്റെ ജീവിതത്തിന് ശേഷം നീ പൂർത്തീകരിച്ചു തന്ന മതമുണ്ടല്ലോ, അതിലെന്തെല്ലാമാണ് പുതുതായി കൊണ്ടുവന്നതെന്ന് നിനക്കറിയില്ല. ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഹൗദുൽ കൗസറിൽ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പ്രിയമുള്ളവരെന്ന് ആലോചിച്ചു നോക്കണേ. നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യമല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറയുകയാണ്, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ബദ്ദല ബഅദീ, എന്നിൽ നിന്ന് വിട്ടകന്നു പോകണം, ഓടിപ്പോകണേ. ഞാൻ പൂർത്തീകരിച്ച അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു തന്ന 1400 സംവത്സരങ്ങൾക്കപ്പുറത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചു തന്ന മതമുണ്ടല്ലോ, അതിലേക്ക് ആര് തന്നെ എന്ത് കൊണ്ടുവന്നാലും ഫമാലം യകുൻ യൗമഇദിൻ ദീനാ വലാ യകൂനുൽ യൗമ ദീനാ, അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. അന്ന് ദീനായിട്ട് എന്തെല്ലാമാണോ നിലനിന്നിരുന്നത് അത് മാത്രമാണ് ഇന്നും ദീനായി കൊണ്ട് നടക്കാൻ നമുക്ക് പാടുള്ളൂ. അതല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോൾ, ഏത് കർമ്മം നാം ചെയ്യുന്നത് റബ്ബ് നമ്മിൽ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഞാൻ ഈ ചെയ്ത നമസ്കാരം, ഞാൻ ഈ ചെയ്തിട്ടുള്ള നോമ്പ്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണോ അല്ലേ? ആണെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമാക്കണം, അല്ലെങ്കിൽ മാറ്റിവെക്കണം. അത് വേണ്ട. നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ കൃത്യമായി സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഒട്ടനേകം സ്ഥലങ്ങളിൽ
സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ മീസാന് കനം തൂങ്ങുമ്പോഴേ ഫമൻ തഖുലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നാളെ സൽക്കർമ്മങ്ങളുമായി റബ്ബിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത് അവനാണ് വിജയി. ഫമൻ ഖഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. നാളെ തൂക്കി കണക്കാക്കുമ്പോൾ ഒരു തിന്മ നമ്മുടെ കർമ്മത്തിന് മുകളിലാണെങ്കിൽ, നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് ഒരു തിന്മ നമ്മുടെ കർമ്മത്തിന്, സൽക്കർമ്മങ്ങൾക്ക് മുകളിൽ ഒന്ന് തിന്മയുടെ ഭാഗം ഖനം നോങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രിയമുള്ളവരെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു നടത്തമില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ, ഒരു 10 രൂപ സ്വതക്ക നൽകാൻ പിന്നീട് ജീവിതത്തിൽ ഒരവസരം റബ്ബ് നൽകില്ല. അതോടുകൂടെ മനുഷ്യന് നരകത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തുലാസിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്ത് പൊളിച്ചു കളയരുത്. നമ്മൾ റബ്ബ് സ്വീകരിക്കില്ല, റബ്ബിന് വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള താക്കീത് എന്താ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മം മുഴുവൻ ഞാൻ പൊളിച്ചു കളയുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഞാൻ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം ശിർക്കിന്റെ കാര്യം. പ്രവാചകൻ പറഞ്ഞു, ഒരു കറുത്ത പാറയുടെ മുകളിലേക്ക് ഒരു കറുത്തൊരു കുഞ്ഞനുറുമ്പ് ഏത് രൂപത്തിലാണോ അരിച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും സൂക്ഷ്മമായി നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബിന്റെ തൗഫീഖാണ് ഹിദായത്ത് ലഭിച്ചു എന്നുള്ളത്. നാം ഒരുപാട് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, റബ്ബിന്റെ തൗഫീഖാണ്. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്തിന്റെ മാർഗത്തിൽ കടന്നു വരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. ആലോചിച്ചു നോക്കി. ഒരു പ്രവാചകന്റെ ഭാര്യയായിട്ട് പോലും മഹാനായ ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ട്? ഹിദായത്ത് ലഭിച്ചില്ല. നോഹ് നബിയുടെ ഭാര്യയ്ക്കും മകന് ലഭിക്കാത്ത, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ ആസറിന് ലഭിച്ചിട്ടില്ലാത്ത, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബൂ ത്വാലിബിന് ലഭിച്ചിട്ടില്ലാത്ത ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഏത് സമയത്തും ചാഞ്ചല്യമായി പോകുന്ന മനുഷ്യന്റെ ഹൃദയത്തെ ഈ ദീനിൽ അടിയുറച്ച് നിർത്തണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ഷൈഅൻ വ അന അഅലം വ അഊദു ബിക അൻ ഉശ്രിക ബിക ഷൈഅൻ വ അന ലാ അഅലം. അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിന് തൊട്ട് റബ്ബേ, ഞാനിതാ നിന്നോട് ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുന്നേറി ശിർക്കില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത, ബിദ്അത്തുകളില്ലാത്ത യഥാർത്ഥമായ തൗഹീദിന്റെ, ഉദാത്തമായ തൗഹീദിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റി മുന്നോട്ട് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്കാണ് ما لا عين رأت ولا أذن سمعت ولا قلب على قلب بشر. ഒരു മനുഷ്യന്റെ ولا خطر على قلب بشر, മനുഷ്യന്റെ ഒരു ഹൃദയത്തിന് പോലും വിഭാവനം ചെയ്യാൻ സാധിക്കാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖാനുഭൂതികളുടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അവർക്ക് സാധിക്കുക. ഇതെല്ലാം കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിലുണ്ട്, തൗഹീദ് ശരിയായിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് റബ്ബിനോടുള്ള സൂക്ഷ്മത എന്നുള്ളത്. നമസ്കരിക്കുന്നുണ്ട്, ഓമനുഷ്ഠിക്കുന്നുണ്ട്, റബ്ബിനെ സൂക്ഷിക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് തിന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഒട്ടനേകം സ്ഥലങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തഖീങ്ങൾക്കാണ് സ്വർഗ്ഗം. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വ അഅനാബാ വകവാഇബ അത്റാബൻ വകഅസൻ ദിഹാഖാ. മുത്തഖീങ്ങൾക്കാണ് സുഖാനുഭൂതികളുടെ സ്വർഗ്ഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. തിൽക്കൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് എവിടെയാണെങ്കിലും, ഞാൻ ക്യാമ്പസിലാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, വരാന്തയിലാണെങ്കിലും, ഒരു റൂമിനുള്ളിൽ ഒറ്റക്കാണെങ്കിലും ശരി, എന്റെ ഉമ്മയില്ല, എന്റെ ഉപ്പയില്ല, എന്റെ നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, സഹോദരങ്ങളില്ല, ഒരാളും എന്നെ കാണുന്നില്ല, പരിചയക്കാരില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടായി. ആരെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ,
അവനാണ് റബ്ബ് തുറവി കൊടുക്കുന്നത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചു നൽകുന്നൊരു ഉപദേശമുണ്ട്. തന്റെ പൊന്നുമോന് നൽകുന്നൊരു ഉപദേശമുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. പ്രിയമുള്ളവരെ, എത്ര മാതാപിതാക്കൾക്ക് തന്റെ പൊന്നുമക്കൾക്ക്, വളർന്നു വരുന്ന കൗമാരത്തിലുള്ള യുവത്വത്തിലുള്ള കുട്ടികൾക്ക് വിളിച്ചൊരു ഉപദേശം കൊടുക്കാൻ നമുക്ക് സാധിച്ചോ? 24 മണിക്കൂറും അവരുടെ പുറകിൽ നടന്നവരെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. റബ്ബിനെ കുറിച്ചുള്ള ബോധം അവരിട്ട് കൊടുക്കണം. മോനെ, നീ എവിടെയായിരുന്നാലും, നീ എന്ത് തന്നെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും, ഒരു അണുമണിത്തൂക്കം തിന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയി ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ജനങ്ങളിൽ നിന്ന് പലതും മനുഷ്യ നിനക്ക് മറച്ചു വെക്കാൻ സാധിക്കുമെങ്കിലും റബ്ബിൽ നിന്നൊന്നും നിനക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല. നാളെ പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരികയാ. ആരും കാണുന്നില്ല, മാതാവ് കാണുന്നില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, കൂട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല എന്ന് വിചാരിച്ച് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് മറ്റുള്ളവനോട് ചാറ്റ് ചെയ്യുമ്പോൾ, അവന്റെ സെർച്ച് ചെയ്തുകൊണ്ട് അനാവശ്യ സൈറ്റുകളിലൂടെ റബ്ബ് കാണരുതെന്ന് പറഞ്ഞത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ജീവിതത്തിലൂടെ ഹറാമിലൂടെ സഞ്ചരിച്ച മനുഷ്യൻ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, അവന്റെ തിന്മകൾ ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, നല്ലവരാണെന്ന് പറഞ്ഞ് കരുതിയ നാട്ടുകാരുണ്ട് നോക്കി നിൽക്കുന്നു, തന്റെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും നോക്കി നിൽക്കേ അവന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. എല്ലാം നടക്കാൻ പോകുന്നതല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏത് സമയങ്ങളിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, തിന്മയിലേക്ക് ഒരിക്കലും ഞാൻ പോകില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഒരു ഉറച്ച വിശ്വാസം ജീവിതത്തിൽ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാ ഭാഗവും ശരിയാകും. നാളെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളതും ഇത്തരം റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നാളെ നരകത്തിന്റെ വക്കിലൂടെ ഇങ്ങനെ കൊണ്ടുവരും. അവിടെ രക്ഷയാർക്കാ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല രൂപത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും ആ റബ്ബിനെ ഭയന്നുകൊണ്ട്, ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബിനെ നിരീക്ഷിക്കുന്നില്ല. എത്രത്തോളം എന്നാൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്റെ നാവിൽ നിന്ന് ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വെച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. മനുഷ്യ, നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യനെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. 24 മണിക്കൂർ എന്നല്ല, നീ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരേക്കും നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ലോകത്തിന്റെ സെറ്റാവ് പലതും നാം മറന്നുപോയി. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ, കൗമാരത്തിന്റെ കാലഘട്ടങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ, വിദ്യാലയത്തിന്റെ കലാലയത്തിന്റെ കാലഘട്ടങ്ങളിൽ, കോളേജുകളിലും ക്യാമ്പസുകളിലും വെച്ച് പലതും നാം ചെയ്തു പോയി. എന്നാൽ ഒന്നും നമുക്കിന്ന് ഓർമ്മയില്ല. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൈകളിൽ ഏട് ലഭിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രിയമുള്ളവരെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ചെറുപ്പകാലങ്ങളിൽ ചെയ്ത പല തിന്മകൾ, ചെറുപ്പകാലങ്ങളിൽ ചെയ്ത് ഇസ്തിഗ്ഫാർ ചോദിച്ചില്ല, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രാത്രി നമസ്കാരങ്ങളിലും സുജൂദുകളിലും ഇഖാമത്തിനും ബാങ്കിനും ഇടയിലുള്ള സമയങ്ങളിലും എല്ലാം റബ്ബിനോട് ആത്മാർത്ഥമായി റബ്ബേ ചെയ്തു പോയി. ഇത്തരമൊരു കർമ്മം ജീവിതത്തിൽ അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു പോയി റബ്ബെ നിന്നെ ധിക്കരിച്ചുകൊണ്ടല്ല, നിന്നോടുള്ള അധികാരം കൊണ്ടല്ല, ആ ഒരു സാഹചര്യത്തിൽ ശൈത്താൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് റബ്ബെ എനിക്ക് പുറത്തു നൽകണമെന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങുന്ന സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ നമസ്കാരം നാളെ പരലോകത്ത് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താ? മനുഷ്യന്റെ നമസ്കാരമാണ്. റബ്ബ് ചോദിക്കും. ആ സമയത്ത് സഖർ എന്ന നരകത്തിൽ കത്തിയെരിയുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ സലഖകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, മാ സലകകും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അകപ്പെട്ടു പോയതെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ആയി പോയില്ല റബ്ബേ, നമസ്കരിച്ചിരുന്നില്ല ജീവിതത്തിൽ. സുബഹിയുണ്ട്, എന്നാൽ അസറില്ല, മഗ്രിബില്ല. അവന് തോന്നുമ്പോൾ ജീവിതത്തിൽ നമസ്കാരമുണ്ട്, എന്നാൽ കൃത്യമായി നമസ്കാരം ജീവിതത്തിൽ നിർവഹിക്കാത്ത മനുഷ്യനുണ്ടല്ലോ. സഖർ എന്ന നരകത്തിൽ അവനെ കത്തിയെറിയുകയാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീങ്ങിപ്പോയി, സമുദായത്തിന്റെ കൂടെ അങ്ങ് നീങ്ങിപ്പോയി. ഒരു വിശ്വാസി ഒരിക്കലും ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവനാകരുത്. നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവരും ഒരു അനാവശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവരുടെ കൂടെ കൂടി അതിലേക്ക് പോകുന്നവരാകരുത്. നമ്മൾ അതിൽ നിന്ന് തിരിച്ചു നടന്ന് ഒഴുക്കിനെതിരെ നീന്തുന്നവനാകണം. ഒരു യഥാർത്ഥ വിശ്വാസി തിന്മകൾ കാണുമ്പോൾ ശബ്ദിക്കണം. അനാവശ്യങ്ങൾ സമുദായത്തിൽ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ. സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നവര് അനാവശ്യം തന്റെ കണ്ണുകൊണ്ട് നേത്രങ്ങൾ കൊണ്ട് കൃത്യമായി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തനിക്ക് തടയാൻ സാധിച്ചിട്ട് പോലും അവൻ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം. ഒരു സമുദായത്തിലേക്ക് പരീക്ഷണം ഇറങ്ങുക. വത്തഖൂ ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ. ഒരു മനുഷ്യൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാത്രമല്ല പരീക്ഷണം ഇറങ്ങുക. ഒരു സമുദായത്തെ നശിപ്പിക്കുമ്പോൾ ഒന്നടങ്കം നശിപ്പിക്കും. ഒരു ഗ്രാമത്തെ നശിപ്പിക്കുമ്പോൾ നല്ലവരായ ആളുകളെ മാറ്റി നിർത്തില്ല. അവർ ശിക്ഷ ഇറങ്ങുക കൃത്യമായി എല്ലാവരുടെ മുകളിലും ഇറങ്ങും. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രവാചകന്മാർ ലോകത്ത് നടത്തിയിട്ടുള്ള ദൗത്യം സ്വഹാബത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി രാജാതിഥികളെ ഭേദിച്ചുകൊണ്ട് അവരേതെല്ലാം ഭാഗങ്ങളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിളംബരത്തെ നെഞ്ചിലേറ്റി വല്യഹു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് സമുദായത്തിലേക്ക് എത്തിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെഞ്ചിലേറ്റ് സമുദായത്തിലേക്ക് അവരെ ഇറങ്ങുമ്പോൾ ആലോചിക്കണം അവരുടെ മനസ്സിൽ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്. റബ്ബിന്റെ പ്രവാചകന്റെ കൽപ്പന ജീവിതത്തിന്റെ ഭാഗമാക്കി തിന്മകളിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തണം. യഥാർത്ഥ സൽപാന്താവിലേക്ക് കൃത്യമായി രണ്ട് മാർഗങ്ങൾ കാണിച്ചു തന്നു. രണ്ട് പാതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന പാതയിലൂടെ നീ സഞ്ചരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്തിപ്പെടാനുള്ളത് സുഖാനുഭൂതികളുടെ സ്വർഗമാണ്. എന്നാൽ ഈ ഒരു പാതയിലൂടെ നീ സഞ്ചരിച്ച് അവസാനം നിനക്ക് എത്തിപ്പെടാനുള്ളത് വളരെയേറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന, എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളുടെയും കൂമ്പാരമായിട്ടുള്ള കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന നരകമാണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന്റെ മുമ്പിൽ ഒരുപാട് തവണ ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമുദായത്തെ പഠിപ്പിക്കാൻ നാം സന്നദ്ധരാകണം. നമുക്ക് ബാധ്യതയുണ്ട്, നമ്മുടെ സമുദായത്തിനുമേ നമുക്ക് ബാധ്യതയുണ്ട്. ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്ത സാഹചര്യത്തിൽ, ഇനിയൊരു ദിവ്യബോധനം ലഭിക്കാനില്ലാത്ത സാഹചര്യത്തിൽ, ഇനിയൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകൻ ലോകത്തേക്ക് വരാനില്ലാത്ത സാഹചര്യത്തിൽ ആ പ്രവാചകന്റെ അനുചരന്മാരെന്ന നിലയ്ക്ക് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം ജീവിതത്തിന്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരായത്താണ് ഞാൻ പഠിച്ചതെങ്കിലും എന്റെ മക്കൾ പഠിക്കണം, എന്റെ മക്കൾ പഠിക്കണം, എന്റെ സുഹൃത്തുക്കൾ പഠിക്കണം, നാട്ടുകാർ പഠിക്കണം. അതാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകേണ്ടത്. ആ ഒരു ആഗ്രഹത്തിലൂടെ മുന്നോട്ട് പോയി ദഅവത്ത് ജീവിതത്തിന്റെ ഏകനായ സത്താവിംഗിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ആ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രബോധനത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ നാളെ സ്വർഗം നമുക്ക് സുനിശ്ചിതമാണ്. ഒട്ടനേകം കാര്യങ്ങൾ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അധികം ആളുകളും ലാഘവത്തോട് കൂടുന്ന കാര്യമാണ്. ചെറിയൊരു സംസാരം കൊണ്ട് മാത്രം അറ്റുപോയ കണ്ണികൾ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പലരും അതിന് സന്നദ്ധരാകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുടുംബ ബന്ധങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ റബ്ബിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. എന്നിട്ട് അതിന്റെ പവിത്രത ജീവിതത്തിൽ ഭാഗമാക്കാതെ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ, തന്റെ കുടുംബത്തിൽ പോലും വിട്ടകന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റുപോയ കണ്ണികൾ വിളക്കി ചേർക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടനേകം സൽക്കർമ്മങ്ങൾ, പറഞ്ഞാൽ തീരാത്ത, പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും കർമ്മങ്ങൾ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്താൽ മതി സ്വർഗത്തിലെത്താൻ. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം,
നാം പള്ളിയിൽ വരുമ്പോൾ മക്കളെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകണം. ക്ലാസ്സിലേക്ക് വരുമ്പോൾ, പഠന സദസ്സുകളിലേക്ക് പോകുമ്പോൾ, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്റെ മക്കളെയും കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഭയാനകരമായ നരകത്തെ കുറിച്ച് പറയുകയാ. മനുഷ്യരെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന ആ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ നീ സൂക്ഷിക്കുന്നതോടൊപ്പം വഅഹ്ലീകും നാറാ വഅഹ്ലീകും നാറാ. പ്രിയമുള്ളവരെ, ധാർമ്മികമായ ബോധം കൊടുത്തുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കേവലം പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു മാതാവ് യഥാർത്ഥ മാതാവായി മാറുന്നില്ല. എന്നാൽ പ്രസവിക്കാൻ കാരണക്കാരനായി എന്നതുകൊണ്ട് മാത്രം ഒരു പിതാവും യഥാർത്ഥ പിതാവായി തീരുന്നില്ല. അവർക്ക് പഠിപ്പിക്കേണ്ട ബോധനം കൃത്യമായി കൊടുക്കണം, ധാർമ്മികമായ മൂല്യം കൊടുക്കണം. മദ്രസാ പഠനങ്ങളിലൂടെ ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ഈ നിമിഷം ഞാൻ മരിച്ചുപോയാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പൊന്നുമോൻ എനിക്കുണ്ടോ? ഒരു പൊന്നുമോൾ എനിക്കുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കി. നാളെ പരലോകത്ത് അവരും നമ്മുടെ കൂടെ എത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. തർക്കപരിവത്തോടുകൂടെ പഠിപ്പിച്ചതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ ബാപ്പമാരെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം അവരിലേക്ക് റബ്ബ് എത്തിക്കും. എങ്ങനത്തെ ആളുകളെയാ? നാം മരിച്ചുപോയി, നമ്മുടെ ഉപ്പ, വേണ്ടപ്പെട്ട ഉപ്പ ഉമ്മ, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് എത്തിപ്പെടാനുള്ള, അവരുമായി ഒന്ന് കൂടാനുള്ള, ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം പിന്നെ എവിടെ വെച്ചാൽ? നാളെ പരലോകത്താണ്, നാളെ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുമ്പോൾ, അനാവശ്യങ്ങളിൽ വിരാജിച്ച് നടക്കുന്ന മകനുണ്ടെങ്കിൽ അവന് നാളെ സ്വർഗത്തിൽ കൂടെ ഉണ്ടാകില്ല. നാളെ ഏറ്റവും ദൗർഭാഗ്യവാനായ, ഏറ്റവും ഹതഭാഗ്യവാനായ മാതാവാര, പിതാവാര തന്റെ മക്കളെ കൂടെ കിട്ടാത്തവൻ, തന്റെ ഭാര്യയെ കൂടെ കിട്ടാത്തവരാണ് ഏറ്റവും ദൗർഭാഗ്യവാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. നല്ല രൂപത്തിൽ സ്വലഹ മിൻ ആബാഇ, നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കളുടെ കൂടെ സ്വർഗത്തിലെത്താം. നല്ല ഭാര്യയുണ്ട്, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഇനി അവരുടെ കൂടെ ഞാൻ എത്തണമെങ്കിൽ ഞാനും സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊരു ബോധ്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിൽ മാതാപിതാക്കൾ എത്തി നിൽക്കുമ്പോൾ മക്കൾ താഴേക്കിടയിലെ തട്ടിലാണ്. സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അൽഹഖ്നാ ബിഹിം, അവരെ അവരിലേക്ക് ചേർത്ത് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആലോചിക്കുക. സ്വർഗം എന്നുള്ളത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടാനുള്ളതല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടാനുള്ളതല്ല പരലോകത്തിന്റെ, സ്വർഗത്തിന്റെ, നരകത്തിന്റെ വിഷയം എന്നുള്ളത് ഗൗരവത്തോടുകൂടെ എടുക്കണം, ജീവിതത്തിൽ ലക്ഷ്യമാക്കി മാറ്റണം. അതാണ് എന്നെന്നും ശാശ്വതമായതും നമുക്ക് ഏറ്റവും ഉത്തമമായതും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ വക്താക്കളാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കണം. കുറച്ചെന്തല്ലോ ചെയ്യുമ്പോഴേക്കും ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കി. സഹാബത്തിന്റെ ചരിത്രം, പ്രവാചകന്മാർ സഹിച്ചിട്ടുള്ള ത്യാഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ തന്റെ സഹാബത്തിന് നാളെ വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ഗൗരവം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് കരയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, യാ ആയിഷ, ആയിഷ എന്തിനാണ് നീ കരയുന്നത്? എന്ത് കാര്യമാണ് നിന്നെ കരയിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ, സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാനൊന്ന് കേട്ടുപോയപ്പോൾ ജീവിതത്തിൽ കരച്ചിൽ വന്നതാണ് നബിയെ. പ്രവാചകൻ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയാണ്.
അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ പ്രവാചകരെ ഹൽ തുദ്കറു യൗമൽ ഖിയാമ ഹൽ തുദ്കറു അഹ്ലീകും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വെച്ച് താങ്കളുടെ കുടുംബങ്ങളെ, ഭാര്യമാരെ, മക്കളെ കുറിച്ച് താങ്കൾ ഓർക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പൊട്ടിക്കരയുകയാ. ഇന്ന് കൂടെയുണ്ടായിരുന്നവർ, പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ഒരാളെയും നമുക്ക് ആവശ്യമില്ല. ഒരാളുടെ ശുപാർശയും റബ്ബ് സ്വീകരിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്തോ അതാണ് എനിക്കുള്ളത്. മറ്റൊരാൾ ചെയ്തത് കൊണ്ട് ഒന്നും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ പൊട്ടിക്കരയുകയാ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, 3 സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടല്ലാതെ മനുഷ്യന്റെ കാല് വെച്ചെടുത്ത് നിന്ന് ചവിട്ടി വെക്കാൻ സാധിക്കാത്തൊരു ദിവസത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ പറയുകയാണ്, 3 സന്ദർഭങ്ങൾ കടന്നു പോയിട്ടല്ലാതെ ഒരാളും ഒരാളെയും കുറിച്ച് ആലോചിക്കുകയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, മക്കൾക്ക് ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട, ഭാര്യമാര് വേണ്ട, ഒരാളെയും ആവശ്യമില്ലാതെ നഫ്സി നഫ്സി സ്വന്തത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിക്കണം, ഞാൻ എന്ത് നേടിയിട്ടുണ്ട്? ഈ സമയം ഞാൻ മരിച്ചു പോകുമ്പോൾ, ഈ സമയത്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്ത് പാതയമാണ് സ്വർഗത്തിന് വേണ്ടി എന്റെ കൈകളിലുള്ളത്? തിന്മകൾ ഒരുപാടുണ്ട്, സൽക്കർമ്മങ്ങൾ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ ചരിത്രമൊന്ന് ആലോചിച്ചു നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിന് വേണ്ടി തന്റെ ശരീരം പോലും മാറ്റിവെച്ച സഹാബിയല്ലേ, പ്രഗൽഭനായ സഹാബി. അവിടെ നിന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയല്ലേ. അവിടെ നിന്ന് പക്ഷികളെ കാണുമ്പോൾ പറയുകയാണ്, ഈ പക്ഷികളെ പോലെയൊന്ന് ആയിത്തീർന്നിരുന്നെങ്കിൽ നാളെ വിചാരണ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇനി പക്ഷിയെ പോലെ ഞാനൊന്ന് ആയിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, പ്രയാസത്തിൽ അവർ ആലോചിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന മഹാനായ സ്വഹാബി, പ്രവാചകന്റെ അനുചരനായ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും വിലപിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുണ്ടല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുത്ത് വിളിച്ചിരുത്തി പറയുകയാണ്, വിശുദ്ധ ഖുർആനൊന്ന് ഓതിത്തരണേ, വിശുദ്ധ ഖുർആനൊന്ന് ഓതി കേൾപ്പിക്കണമെന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് മേലെയാണല്ലോ, മീതെയാണ് അവതരിച്ചിട്ടുള്ളത്, ഞാൻ എന്തിനു ഓതിത്തരണമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, റഗ്ബത്തി എന്റെ ആഗ്രഹമാണ് മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ കേൾക്കുക എന്നുള്ളത്. അങ്ങനെ സൂറത്തുൽ നിസാ ഇങ്ങനെ ഓതി തുടങ്ങി. വിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ സത്താവ് പറയുന്നുണ്ട്, ഓരോ ഉമ്മത്തിന്റെയും പ്രവാചകന്മാരെ അവരുടെ ഉമ്മത്തിന്റെ കൂടെ സാക്ഷികളായി കൊണ്ടുവരികയാണ്. അങ്ങനെ പ്രവാചകൻ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായിക്കൊണ്ട് പ്രവാചകരെ താങ്കളെ കൊണ്ടുവരുമെന്ന് പറയുന്ന ആയത്തിങ്ങനെ ഓതിയപ്പോൾ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു തേങ്ങലിങ്ങനെ കേൾക്കുകയാണ്. ഒരു തേങ്ങലിങ്ങനെ കേട്ട് ഞാനൊന്ന് തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ താടിരോമങ്ങൾ കുതിർന്നു പോകുമാറ് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരണിയിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് കരയുകയല്ലേ. പ്രിയമുള്ളവരെ, വിചാരണയെ പ്രവാചകൻ പോലും ഭയന്നിരുന്നെങ്കിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സ്വഹാബിയല്ലേ. പ്രവാചകൻ ഒരിക്കൽ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു അരുവിയുണ്ട്, അതിന്റെ അരികിലൊരു കൊട്ടാരമുണ്ട്, വെള്ളക്കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഞാനൊന്ന് പ്രവേശിക്കാനിരുന്നപ്പോൾ അത് ഉമറിന്റേതാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് മാറി നിന്നു എന്ന് പ്രവാചകൻ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ വ്യസനിക്കുകയാണ്, നൊമ്പരം അനുഭവിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് ഇമാമത്ത് നിന്നുകൊണ്ടിരിക്കെ
അബൂലുഹുലത്തിന്റെ ഇരുതര മൂർച്ചയുള്ള കഠാര കൊണ്ട് വയറ്റത്ത് കുത്തേറ്റ് ലോകത്തോട് വിട പറയാനിരിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എനിക്ക്, എന്റെ കൈകളിലൊന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അവരൊക്കെ ആരായിരുന്നു പ്രിയമുള്ളവരെ? അവരുടെ പകുതി കർമ്മം പോലും ജീവിതത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ? ജീവിതം പോലും റബ്ബിന് വേണ്ടി മാറ്റിവെച്ചവരാ. ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും കരയുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അൽ ഖബർ അവ്വലു മനാസിൽ മിൻ മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ വീടാണ് എനിക്ക് ഖബർ എന്നുള്ളത്. ഭയക്കാണ്, പേടിക്കുകയാണ് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഭയന്നുകൊണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മരണം എനിക്ക് വരാനുള്ളതല്ലേ? ഈ കരുവാരകുണ്ടിന്റെ ഏതോ ഒരു ഷോപ്പിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കഫംപുടവ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരാളും അറിയുന്നില്ല, ഒരാളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തിലാണ്, ആർത്തുല്ലസിച്ച് നടക്കുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലും ബ്രിഇമ്മു സബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. മരിക്കാൻ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്നുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അദ്ദേഹം വ്യസനത്തോടുകൂടെ പറയുകയാണ്, കുല്ലും ബ്രിഇമ്മു സബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ആളുകൾ ഇങ്ങനെ നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു, ദുനിയാവിനെ കുറിച്ചുള്ള സംസാരമാണ്, ആഖിറത്തെ കുറിച്ച് ബോധമില്ല. അവനവന്റെ ധരിച്ചിട്ടുള്ള ചെരുപ്പിലേക്കൊന്ന് നോക്കട്ടെ. വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, അവൻ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്തവന്റെ മരണമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഏത് സമയത്തും ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരല്ലേ? എന്റെ ജീവിതത്തിൽ എപ്പോ മരണം വരുമെന്ന് എനിക്കറിയില്ല, ഏത് സമയത്ത് സംഭവിക്കുമെന്നറിയില്ല. എത്ര കെട്ടിയുണ്ടാക്കിയ കോട്ടകൊത്തളങ്ങളിലാണ് താമസിക്കുന്നതെങ്കിലും ഞാൻ ഈ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രമാകട്ടെ, എന്റെതെന്ന് പറഞ്ഞ ഫോണാകട്ടെ, വാഹനമാകട്ടെ, വീടാകട്ടെ, മക്കളാകട്ടെ, എല്ലാത്തിനെയും ഒരു ദിവസം അങ്ങ് മാറ്റിവെക്കുന്ന ദിവസം ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ സെൻട്രൽ ഹാളിൽ ഇങ്ങനെ നീട്ടി നിവർത്തി കിടത്തുകയാ. നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ഒരാൾക്കും സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ വരാനുള്ളതാ, നിങ്ങളുടെ ജീവിതത്തിലും വരാനുള്ളതല്ലേ? ഒരിക്കലും വിസ്മരിക്കല്ല മരണത്തെ കുറിച്ച്. മനുഷ്യ, ദുനിയാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കടാ. അത് ദീർഘമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? രാത്രിയായാൽ പകലാകുമെന്ന് എന്ത് ഉറപ്പാണ് നിനക്കുള്ളത്? ഇന്നൊരു രോഗവുമില്ലാത്തവൻ നാളെ മരിച്ചുപോയില്ലേ? എത്ര ആക്സിഡന്റുകളാ, എത്ര ആളുകളെയാണ് തൊട്ടടുത്ത ഖബർസ്ഥാനിലേക്ക് നാം കൊണ്ടുപോയി വെച്ചത്. പ്രിയമുള്ളവരെ, മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫംപുടവെ പൊതിഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തമ്മാടിയായ അനാവശ്യങ്ങളിലൂടെ കടന്നുപോയി ലോകത്തോട് വിട പറഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ മലക്കുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് അട്ടഹസിക്കുകയാണ്. ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ദീനേതാണെന്ന് ചോദിക്കുമ്പോൾ, പ്രവാചകനെ കാണിച്ചു കൊടുത്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് അട്ടഹസിക്കുമ്പോൾ അവന്റെ തലയുടെ പിരടിയിലൂടെ അടി വരികയാണ്, പ്രഹരം വരികയാ. എന്തുകൊണ്ടാണ് അടിക്കുന്നതെന്ന് അറിയുവോ? ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയൊരു ദണ്ട് കൊണ്ടടിക്കുമ്പോൾ ആ ദണ്ട് കൊണ്ടെങ്ങാനും ഒരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അവൻ അടിക്കുന്നതെങ്കിൽ ആ പർവ്വതം പോലും തകർന്നു പോകുമെന്ന് ഹദീസ് പഠിപ്പിച്ച ദണ്ടുകൊണ്ടാ. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പിരടിയിലൂടെ അടിക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനില്ലേ? നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങളുമായി എത്തിയവരാ. എന്റെ പുസ്തകം ഇങ്ങനെ തരും,
എന്റെ പുസ്തകം എന്റെ കൈകളിലേക്ക് വെച്ച് നീട്ടുമ്പോൾ വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. എന്റെ ഗ്രന്ഥം കണ്ട് എന്റെ ഗ്രന്ഥം കണ്ട് ഞാൻ പോലും ഭയന്നു പോവുകയാ. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها. ചെറുതും വലുതുമായ എല്ലാതും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ മനുഷ്യനെ തിന്മകളിലൂടെ വിരാജിച്ച മനുഷ്യനെ ഉണ്ടല്ലോ, നാളെ നരകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ وهم يسترخون فيها ربنا أخرجنا نعمل صالحا. ഒരുപാട് അവസരം ജീവിതത്തിലൂടെ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും ഒരുപാട് അവസരം ജീവിതത്തിലൂടെ വന്നു കിട്ടിയിട്ട് അവൻ അവിടെ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل. എന്റെ ജീവിതത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് തിന്മകളുടെ കൂമ്പാരങ്ങളാണല്ലോ നാഥ, ഒരുപാട് തിന്മകളാണ് ആരും കാണാതെ ജീവിതത്തിലൂടെ ചെയ്തു പോയ തിന്മകളാ. സൽക്കർമ്മങ്ങളില്ല റബ്ബേ. ഒരു 2 റക്അത്ത് ജീവിതത്തിൽ നമസ്കരിക്കാൻ, ഒരു പേജ് ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യാൻ ഒരുപാട് ക്ലാസുകളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരു പേജ് പോലും ഒരു ദിവസം പാരായണം ചെയ്യാൻ ഞാൻ സന്നദ്ധരായിട്ടില്ല. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഞാൻ കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും എനിക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്നൊന്ന് മടക്കണമെന്ന് റബ്ബിനോട് ചോദിച്ചു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദുനിയാവിലേക്ക് ഒരു മടക്കമില്ലല്ലോ. അതോടുകൂടെ പ്രയാസങ്ങളുടെ ആരംഭമാണ്. ഈ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളതാണ്. അതിന് ഗൗരവകരമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ, നരകം നമുക്ക് വേണ്ട. നാം ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നാം മാറണം. ഒരുപാട് മാറ്റങ്ങൾ. ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ ആകരുത് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ. ഈ ഒരു സദസ്സ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. തിന്മകളില്ലാത്തൊരു ജീവിതം, ഹറാമുകളില്ലാത്തൊരു ജീവിതം, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ളൊരു ജീവിതം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് യഥാർത്ഥ പാതാവിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിന്റെ, സുന്നത്തിന്റെ, ഇഖ്ലാസോടുകൂടി ഹലാലിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സ്വർഗ്ഗത്തെ ചോദിക്കാൻ നാം പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് രക്ഷയും സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ എന്നൊരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നരകം പറയും, നാഥാ അവൻ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തണം. സ്വർഗം ചോദിച്ചാൽ പറയും, സ്വർഗം അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കർമ്മങ്ങൾ. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പഠിപ്പിച്ച ആയത്തുൽ കുർസിയാകട്ടെ, രോഗ സന്ദർശനമാകട്ടെ, ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങളെല്ലാം സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മക്കളുടെ കാര്യവും നാം ശ്രദ്ധിച്ച് സ്വർഗത്തിൽ എത്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് തിന്മകളുണ്ട് റബ്ബേ. എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ റഹ്മാനെ. മരിക്കുന്നത് വരേക്കും യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അജയ്യമായ ആദർശത്തിന്റെ ആപ്തവാക്യം ഉച്ചരിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.